ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എപ്പോഴും തയ്യാറാക്കുന്ന രീതിയിലല്ല, കുറച്ച് വ്യത്യാസമായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടാലും മുട്ട റോസ്റ്റ് ആണെന്ന് പറയില്ല. ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. എപ്പോഴും മുട്ട പൊട്ടിക്കുന്നതിന് മുന്നേ ഒന്ന് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ ഇടരുത്. മുട്ടയ്ക്ക് അത്ര ഉപ്പ് ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഇതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ കൂടുതൽ എണ്ണ വേണ്ട. നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തടവി എടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ ഒരെണ്ണത്തിൽ കൂടിപ്പോയി. അത് നമുക്ക് അപ്പുറത്തോട്ട് കോരി ഒഴിക്കാം. ഇനി മോൾ ഭാഗത്തും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തുണിയോ കിച്ചൺ ടിഷ്യൂയോ ഉപയോഗിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കാം. ഇനി തീ സിമ്മിലോട്ട് ഇടുക. ചട്ടി ചൂടായിട്ട് വരണം. നമ്മൾ ഇത് സിമ്മിലിട്ടിട്ട് തന്നെ വേവിക്കണം. തീ കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ടാൽ മുട്ടയുടെ അടിഭാഗം കരിഞ്ഞു പോവും, അകത്ത് വെന്ത് വരത്തുമില്ല. പിന്നെ മുട്ട കരിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ആ ഹോളിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഒഴിക്കുക കേട്ടോ, പുറത്തോട്ട് പോവാതെ ഒഴിക്കുക. കാരണം നമ്മൾ മറിച്ചിടുമ്പോഴേക്ക് കുറച്ചൊന്ന് പുറത്തോട്ട് വരും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി വരികയാണെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇളകി വരുന്നുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒഴിച്ചതൊക്കെ ആദ്യം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, അത്രയ്ക്ക് ബ്രൗൺ നിറമൊന്നും ആയി വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. നേരത്തെ വേവാൻ എടുത്ത സമയം എടുക്കില്ല ഈ താഴ്ഭാഗം വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് നേരത്തെ പോലെ തന്നെ ഇളകി വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് മാറ്റാണ്. കണ്ടോ, നല്ല ഉരുണ്ട് ഉണ്ണിയപ്പം പോലെ തന്നെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുട്ട പൊരിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലപോലെ കഴിക്കും. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഏത് എണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നേരത്തെ മുട്ടയ്ക്കുള്ള ഉപ്പ് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. സവാളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അളവ് കുറയ്ക്കുക. ഇനി 1 മിനിറ്റ് എണ്ണയിൽ കിടന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. തീ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോവണ്ട, നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കി എടുക്കുന്നത്. ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ്. കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ഇത് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡിയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.